കൊല്ലം കൊട്ടാരക്കര പള്ളിക്കലിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം മരണമുറപ്പിക്കാൻ വെട്ടിക്കൊല്ലുകയായിരുന്നു. പള്ളിക്കൽ സ്വദേശി സരസ്വതി അമ്മയാണ് കൊല്ലപ്പെട്ടത്. കൃത്യം നടത്തിയ ശേഷം ഭർത്താവ് സുരേന്ദ്രൻപിള്ള പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. ദിലീപ് ദേവസ്യ വിവരങ്ങളുമായി. ദിലീപ്, ഇപ്പോൾ ഭാര്യയെ കൊന്ന ഭർത്താവ് പോലീസിൽ കീഴടങ്ങിയിരിക്കുന്നു. എന്താണ് പോലീസ് പറയുന്നത്? സ്മൃതി, ഇന്ന് രാവിലെയായിരുന്നു സംഭവം പള്ളിക്കലിൽ നടന്നത്. സരസ്വതിയമ്മയെ കൊലപ്പെടുത്തിയ ശേഷം സുരേന്ദ്രപിള്ള മൂത്ത മരുമകളെ ഫോണിൽ വിളിച്ച് പറയുകയായിരുന്നു താൻ ഇങ്ങനെ അമ്മയെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഒരു ഓട്ടോ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ പറയുന്നത് ഇങ്ങനെയാണ്: മദ്യപിച്ചെത്തി ഭാര്യയെ സരസ്വതിയമ്മയെ വഴക്ക് പറയുകയും അതോടൊപ്പം ആക്രമിക്കുകയും ചെയ്തു. ദിവസേന ഇവരെ ആക്രമിക്കുന്നത് പതിവായിരുന്നു. മദ്യലഹരിയിലെത്തി സംശയത്തിൻ്റെ പേരിലാണ് ഈ സരസ്വതിയമ്മയെ ആക്രമിക്കുന്നത് പതിവാക്കിയ സുരേന്ദ്രപിള്ള. മക്കൾ ആ സമയത്തൊന്നും വീട്ടിലില്ലായിരുന്നു. ഇന്ന് രാവിലെ ഇരുവരും തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടാകുകയായിരുന്നു. അതിനുശേഷമാണ് ഈ സരസ്വതിയമ്മയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. വീണ്ടും മരണം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുരേന്ദ്രപിള്ള വെട്ടുകത്തിയെടുത്ത് വെട്ടി കൊലപ്പെടുത്തിയത്. ശേഷം മൂത്ത മകളെ വിളിച്ചറിയിച്ച ശേഷം പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. സ്മൃതി. ശരി, ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.